ായിരുന്നു DNSനെ പറ്റിയിട്ട്. +2 കഴിഞ്ഞിട്ട് എങ്ങനെ DNS എടുക്കാം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് എടുത്തെടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ +2 കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ്, ഞാൻ ഇനി +2 കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോയിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, അത് ഫുള്ള് ആരും സ്കിപ്പ് ചെയ്ത് പോയിട്ട് അതേ കാര്യം നമ്മളുടെ അടുത്ത് വീഡിയോൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നാൽ മാത്രമാണ് ഫുള്ള് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾ ഈ ചോദിക്കുന്ന പല കാര്യങ്ങളും ഞാൻ അതേ വീഡിയോയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ ഫുള്ള് കാണാത്തതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാത്തത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഏതായാലും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണാം എന്നാൽ മാത്രമാണ് നിങ്ങൾക്കത് ഫുള്ളായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇനി +2 കഴിഞ്ഞിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് മെർച്ചൻ്റ് നേവിയിൽ കയറാൻ വേണ്ടിയിട്ട് DNS എന്നുള്ളൊരു കോഴ്സ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് അപ്പോൾ നമുക്ക് പറയുന്നതിന് മുന്നേ എന്താണ് നമുക്ക് മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് പറയാം. അപ്പോൾ പലരും ക്വാളിഫിക്കേഷൻ എന്തൊക്കെ വേണ്ടത്, ഗേൾസിന് പറ്റുമോ, എത്ര % മാർക്ക് വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്, DG ഷിപ്പിംഗ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, +2ൽ 55% മിനിമം മാർക്ക്, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് 55% മാർക്കും, ഇംഗ്ലീഷിൽ സെപ്പറേറ്റ് ഒരു സബ്ജക്റ്റ്, ഇംഗ്ലീഷ് എന്നൊരു സബ്ജക്റ്റ് വേണം, അതിൽ 50% മാർക്കും വേണമെന്നാണ്. ഇനി IMU പറയുന്നത്, അതായത് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ 60% മാർക്കും, ഇംഗ്ലീഷ് സെപ്പറേറ്റ് ആയിട്ട് 50% മാർക്കും വേണമെന്നാണ്. അപ്പോൾ നമുക്ക് മിനിമം ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ മിനിമം 60% മാർക്ക് വേണം, പ്ലസ് അഡീഷണൽ ആയത് സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഇംഗ്ലീഷിൽ 50% മിനിമം വേണം. അതാണ് നമുക്ക് മിനിമം ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അത് +2 പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ. ഇനി നിങ്ങൾ +2ൽ ഈ ഒരു മാർക്കില്ല, അതാണ് +2ൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഉള്ള സബ്ജക്റ്റ്, അതായത് കമ്പ്യൂട്ടർ സയൻസോ ബയോളജി സയൻസോ പഠിച്ച ഒരാളാണ്, പക്ഷേ +2ൽ നമുക്ക് ഈ മിനിമം ക്രൈറ്റീരിയ നിങ്ങൾ ക്രാക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ്. പക്ഷേ നിങ്ങൾ BSc ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഫിസിക്സ്, ഇങ്ങനെ ഏതെങ്കിലും ഈ ഒരു 4 സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിച്ച ഒരാളാണ്, നിങ്ങൾക്ക് ഫൈനൽ ഇയറിൽ 50% മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതല്ല, നിങ്ങൾ BTech എടുത്ത ഒരാളാണ്, BTechൽ ഏത് സ്ട്രീമോ ആയിക്കോട്ടെ, BTech എടുത്തിട്ട് ഫൈനൽ ഇയറിൽ 50% മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അതാണ് അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഇനി ഇതിൽ ഏജ് ലിമിറ്റ് പറയുന്നത് 17.5 to 25 ഇയർ ആണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത്. അതിൽ SC STക്കാർക്ക് 5 ഇയറും, ജനറലല്ല OBCക്ക് 3, അതായത് 3 ഇയറും റിലാക്സേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും 25 വയസ്സിന് മേലെയുള്ള ആൾക്കാരെ എടുക്കുന്നില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു പേഴ്സണൽ അറിവ് എന്ന് പറയുന്നത്. 25 വയസ്സിന് മേലെ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ അവർ പ്രിഫർ ചെയ്യില്ല. കാരണം DG ഷിപ്പിംഗ് അങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും 25-ന് താഴെയുള്ള പിള്ളേരായിരിക്കും കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ ഒപ്പോണൻ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ എന്തായാലും എക്സാം ആയാലും അതിനുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കൂടുതലായിട്ടാണ് അവർ പ്രിഫർ ചെയ്യുക. 25-ന് മേലെ ഉള്ള ആൾക്കാരെ അവർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യില്ല. പിന്നെ അതിൽ ഹൈറ്റ് എന്ന് പറയുന്നത്, ബോയ്സിനാണെന്നുണ്ടെങ്കിൽ 150 സെൻറ്റിമീറ്റർ മിനിമം വേണം, ഗേൾസിനാണെന്നുണ്ടെങ്കിൽ 145 സെൻറ്റിമീറ്റർ മിനിമം വേണം. പിന്നെ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യം, ബോയ്സിന് മാത്രമാണോ ഗേൾസിന് പറ്റില്ല എന്നാണ്. അപ്പോൾ മെർച്ചൻ്റ് നേവിയിലെ ഏത് ജോബ് എടുത്തു കഴിഞ്ഞാലും അതിൽ ബോയ്സിന് മാത്രം എന്ന് പറഞ്ഞിട്ടൊരു ജോബും ഇല്ല. അതിൽ ബോയ്സിനും പറ്റും, ഗേൾസിന് പറ്റും, ആർക്കായാലും പറ്റും. നമ്മുടെ ഈ ക്രൈറ്റീരിയ ക്രാക്ക് ചെയ്യുന്ന ആരായാലും ജെൻഡർ ഇതിലൊരു പ്രശ്നമല്ല, ആർക്ക് വേണിച്ചാൽ അതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ മാരിറ്റൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, നമ്മൾ അഡ്മിഷൻ്റെ ടൈമിൽ നമ്മൾ മാരീഡ് ആയിരിക്കാൻ പാടില്ല, അതിന് ശേഷം അത് കുഴപ്പമില്ല. പിന്നെ അതിലൊരു കാര്യം പറയുന്നത്, ഡിസബിലിറ്റി ഉള്ള ആർക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ. കാരണം അത്രയും ചലഞ്ചിങ് ആയൊരു ജോബായിരിക്കും. നമുക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട്, അതായത് ഷിപ്പിൻ്റെ ഉള്ളിലാണ് നമുക്ക് ജോലി ഉണ്ടായിരിക്കുക. അപ്പോൾ ഫിസിക്കൽ ഡിസബിലിറ്റി ഒന്നും പാടില്ല. പിന്നെ വിഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ഒരു കണ്ണിന് 6/6 വേണം, പിന്നെ അടുത്ത കണ്ണിന് 6/9 വരെ പവർ കുറഞ്ഞാലും കുഴപ്പമില്ല. ഒന്നിന് 6/6 വേണം, അടുത്തതിന് 6/9 അതുവരെ ആകാം എന്നുള്ളതാണ്. പിന്നെ ബൈനോക്കുലർ ആയിരിക്കണം, മോണോക്കുലർ ആയിരിക്കരുത്. അത്രത്തോളമാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ +2 കഴിഞ്ഞ ഒരാളാണ്, +2ൽ നിങ്ങൾക്ക് ഈ റിക്വയർമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്കുണ്ട്. അതായത് ഏജ് ഓക്കെയാണ്, ഫിസിക്കൽ ഫിറ്റ്നസ് ഓക്കെയാണ്, ഡിസബിലിറ്റി ഒന്നുമില്ല, മാർക്ക് ഉണ്ട്, എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്
അപ്പോൾ ഞാനൊരു 2-3 സ്പോൺസർഷിപ്പ് എങ്ങനെ എടുക്കുക എന്നുള്ളത് പറഞ്ഞിട്ട്. അപ്പോൾ സ്പോൺസർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് സ്പോൺസർഷിപ്പ് തന്നിട്ട് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു കമ്പനിയുടെ ഡയറക്റ്റ് പോയിട്ടൊരു സ്പോൺസർഷിപ്പിൻ്റെ എക്സാം എഴുതുന്നതിനെക്കാട്ടിലും ബെറ്റർ, അതായത് ഒരു കമ്പനിയുടെ സ്പോൺസർഷിപ്പ് എടുത്തിട്ട് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ എക്സാം എഴുതുന്നതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ സ്പോൺസർഷിപ്പ് തന്നിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ജോലി തരുന്ന അങ്ങനെ ഒരു കോളേജ് ചൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഇന്ത്യയിൽ ഞാനൊരു 3 ഇൻസ്റ്റിറ്റ്യൂട്ട് പറയാം: ആംഗ്ലോ ഈസ്റ്റേൺ, ഗ്രേറ്റ് ഈസ്റ്റേൺ ആൻഡ് സമുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ 3 ഇൻസ്റ്റിറ്റ്യൂട്ടും നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ആദ്യം തന്നതിന് ശേഷം നിങ്ങൾക്ക് കോഴ്സ് നിങ്ങളെ പഠിപ്പിച്ചിട്ട് അവരുടെ തന്നെ ഷിപ്പിൽ നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ അതിൻ്റെ സൈറ്റിൻ്റെ ലിങ്കും സംഭവങ്ങളും ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. ആംഗ്ലോ ഈസ്റ്റേൺ, ഗ്രേറ്റ് ഈസ്റ്റേൺ ആൻഡ് സമുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇതിൽ എങ്ങനെ അപ്ലൈ ചെയ്യുക, അതായത് സ്പോൺസർഷിപ്പിന് എങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത്, ഫസ്റ്റ് നിങ്ങൾ അവരുടെ സൈറ്റ് പോവുക. സൈറ്റ് പോയിട്ട് അവരുടെ അഡ്മിഷൻ പ്രോസസ്സിൽ കയറിയിട്ട് DNS എന്നുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ DNS ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലവർക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ അതിൽ കൊടുക്കണം. അതായത് +1 +2 മാർക്ക്, പാസ് ഔട്ടായ ഇയർ, നിങ്ങളുടെ ഏജ്, അതുപോലെ ക്വാളിഫിക്കേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ ഫില്ല് ചെയ്യേണ്ടി വരും. പിന്നെ അതിലൊരു കാര്യം പറയുള്ളത്, പാസ്പോർട്ട് നിങ്ങൾക്ക് നിർബന്ധമാണ് ഈ ഒരു ജോലിക്ക് കയറണം എന്നുണ്ടെങ്കിൽ. കാരണം നിങ്ങൾ ഷിപ്പിൽ എന്ന് പറയുന്നത് ഷിപ്പ് ഫോറിൻ ഗോയിങ് ഷിപ്പുകളായിരിക്കും മിക്ക ഷിപ്പുകളും. അപ്പോൾ നിങ്ങൾക്ക് പാസ്പോർട്ട് മാൻഡേറ്ററി ആണ്. ഇനി പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിലില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇൻ്റർവ്യൂ നിങ്ങൾ ക്വാളിഫൈ ആകില്ല. അപ്പോൾ നിങ്ങൾ അവരുടെ സൈറ്റ് കയറുക. എന്നിട്ട് സൈറ്റ് കയറിയതിന് ശേഷം DNS എന്നുള്ളതിൻ്റെ, ഇപ്പോൾ ഏത് കോളേജിൻ്റെ സൈറ്റിലായാലും DNS എന്നുള്ളതിൻ്റെ ഓപ്ഷനിൽ കയറിയിട്ട് അവരുടെ അഡ്മിഷനിലെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഞാൻ 2 കോളേജിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ട് ആംഗ്ലോ ഈസ്റ്റേണിൻ്റെ എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സെൻറ്റർ അവർ ചൂസ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ പാലക്കാട് ജില്ലയുടെ അടുത്തായിട്ട് ഒന്ന് കോയമ്പത്തൂരുണ്ട്, ഒന്ന് കൊച്ചിയിലുണ്ട്, ഇനി തിരുവനന്തപുരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ സെൻറ്ററുകൾ തരും. ആ സെൻറ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെൻറ്റർ ചൂസ് ചെയ്യാം. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. ഇനി ഈ ഒരു ടെസ്റ്റിൽ എന്തൊക്കെയാണ് സബ്ജക്റ്റ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇതിന്നായിരിക്കും മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരിക. പ്ലസ് ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും, ഇംഗ്ലീഷിൻ്റെ കുറച്ചും ഉണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ ഈ എക്സാമിന് ഏകദേശം ഞാൻ ചെയ്യുന്ന സമയത്ത് 1000 രൂപയാണ് ഫീസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എത്രയാണെന്ന് അറിയില്ല, ഏകദേശം 1000 രൂപയോളം ഒരു ഫീസ് ഉണ്ടായിരിക്കും. അത് ഏത് കോളേജിനായാലും ഏകദേശം ഈ ഒരു റേഞ്ചിലായിരിക്കും. 700 രൂപ 1000 രൂപ ഒക്കെ ആയിരിക്കും ഫീസ് ഉണ്ടായിരിക്കുക. ഗ്രേറ്റ് ഈസ്റ്റേണിൻ്റെ ഏകദേശം 1000 രൂപയും ആംഗ്ലോ ഈസ്റ്റേണിൻ്റെ ഏകദേശം 300-400 രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കറക്റ്റ് എനിക്കറിയില്ല, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിപ്പോൾ മാറിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഏകദേശം ആ ഒരു റേഞ്ചിലാണ് അതിൻ്റെ അപ്ലിക്കേഷൻ ഫീ വരിക. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരൊരു മെയിൽ അയക്കും. അതായത് ഇപ്പോൾ ആ എക്സാം വരെയുള്ള കാര്യങ്ങളെല്ലാം മെയിൽ ത്രൂ ആണ് അവർ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അവരൊരു സെൻറ്റർ തരും, ഒരു ഡേറ്റ് നിങ്ങളത് ചൂസ് ചെയ്യാൻ വേണ്ടി പറയുക. സെൻറ്ററും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഡേറ്റും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റിൽ പോയിട്ട് നിങ്ങൾ ഓൺലൈനായിട്ടുള്ള എക്സാം എഴുതണം. അപ്പോൾ അങ്ങനെ ഓൺലൈനായിട്ടുള്ള എക്സാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ അവർ മെയിൽ അയക്കും. അതായത് ഒരു 1 to 2 വീക്സിൻ്റെ ഉള്ളിൽ അവർ മെയിൽ അയക്കും നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇനി നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിക്കും, സ്പോൺസർഷിപ്പിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. അപ്പോൾ സ്പോൺസർഷിപ്പിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിക്കുന്ന സമയത്ത് ഇതേപോലെ സെൻറ്റർ ചൂസ് ചെയ്യണം. ഒന്നല്ലെങ്കിൽ മുംബൈ, അല്ലാന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ വെച്ചിട്ടായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഏത് കോളേജിൻ്റെ ആയാലും മുംബൈയിലും ഡൽഹിയിലും ആയിരിക്കും മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും. ഏത് സ്ഥലത്താണോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വെച്ചാൽ ആ ഒരു ഭാഗത്ത് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 3 ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻ്റർവ്യൂ വരെ മുംബൈയിൽ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഡൽഹിയിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ ഫിസിക്കലായിട്ട് പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അവർ ഇൻ്റർവ്യൂ പാനൽ ഉണ്ടായിരിക്കും, അവിടെ പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഇൻ്റർവ്യൂ നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂയുടെ അവസാനം തന്നെ നിങ്ങളുടെ അടുത്ത് പറയും നിങ്ങൾ ഇൻ്റർവ്യൂ ക്ലിയർ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂ ക്ലിയർ ആയതിന് ശേഷം നിങ്ങളുടെ അടുത്ത് തൊട്ടടുത്ത ദിവസം മെഡിക്കൽ ചെയ്യാൻ വേണ്ടി പറയും. അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിലെല്ലാം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവർക്കത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ലെറ്റർ തരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അവർ മെഡിക്കൽ ചെയ്യാൻ വേണ്ടി പറയും തൊട്ടടുത്ത ദിവസം. ആ മെഡിക്കലിന് ഏകദേശം അതും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേരി ചെയ്യും. ആംഗ്ലോ ഈസ്റ്റിന് ഏകദേശം 6000-7000 രൂപയോളം മെഡിക്കലിന് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ട് തന്നെ വേണം ആ മെഡിക്കൽ എടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ മെഡിക്കലും നിങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ലെറ്റർ തരും. പിന്നെ കമ്പനി പറയും നിങ്ങളടുത്ത് IMU CETയുടെ എക്സാം ക്വാളിഫൈ ആയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ക്വാളിഫൈ ആകാത്ത ആൾക്കാർ IMU CETയുടെ എൻട്രൻസ് എക്സാം അതിന് പ്രിപ്പയർ ചെയ്തിട്ട് പഠിച്ചിട്ട് അത് ക്ലിയർ ചെയ്യണം.
അപ്പോൾ IMU CETയുടെ എക്സാം എന്ന് പറയുന്നത് 200 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും. ആ 200 മാർക്കിൽ 50 മാർക്കിന് ഫിസിക്സ്, 50 മാർക്കിന് മാത്സ്, പിന്നെ 25 മാർക്കിന് കെമിസ്ട്രി, 25 മാർക്കിന് ജനറൽ നോളജ്, 25 മാർക്കിന് ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ദെൻ 25 മാർക്കിന് ഇംഗ്ലീഷ്. അങ്ങനെയാണ് 200 മാർക്ക് വരുന്നത്. അതിൽ ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്കും, ഓരോ തെറ്റുത്തരത്തിനും അതായത് ഇൻകറക്റ്റായ ആൻസറിനും 0.25 മൈനസ് ആയിരിക്കും. അപ്പോൾ 4 ഉത്തരം തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മാർക്ക് മൈനസ് ആണ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ എക്സാം വരുന്നത്. ആ എക്സാമും നിങ്ങൾക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ +2 ബേസ് തന്നെ ആയിരിക്കും. ഇനി അതിൽ നിങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും പിന്നെ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും. ആ റാങ്ക് ലിസ്റ്റിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും നിങ്ങൾ അതിപ്പോൾ IMU CET എക്സാം ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്ലിയർ ആയ റാങ്ക് കൊണ്ട് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അപ്രോച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങളത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അതായത് ഈ IMU CET എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ആയില്ല, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പോൺസർഷിപ്പ് എക്സാം രണ്ടാമത് എഴുതണം എന്നൊന്നുമില്ല. IMU CET എക്സാം രണ്ടാമത് പ്രിപ്പയർ ചെയ്യുക, ക്ലിയർ ചെയ്യുന്നവരെയും അത് എക്സാം എഴുതുക. അതായത് നമ്മൾ ഒരു തവണ സ്പോൺസർഷിപ്പ് എക്സാം ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടാമത് എഴുതേണ്ടി വരില്ല. IMU CET എപ്പോൾ നിങ്ങൾ ക്ലിയർ ആവുന്നു, ആ ക്ലിയർ ആയതിന് ശേഷം നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അപ്രോച്ച് ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണോ അടുത്ത ബാച്ച് വരുന്നത്, ഇപ്പോൾ ആംഗ്ലോ ഈസ്റ്റേൺ ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ 2 ബാച്ച് വരുന്നുണ്ട്. അതിപ്പോൾ ഏകദേശം 80 സ്റ്റുഡൻസിൻ്റെ ഒരു 2 ബാച്ചായിട്ട്, 80 സ്റ്റുഡൻസിൻ്റെ ഒരു ബാച്ചും 40 സ്റ്റുഡൻസിൻ്റെ വേറൊരു ബാച്ചുമായിട്ടാണ് എനിക്ക് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. എന്നാലും 2 ബാച്ചായിട്ട് ഒരു വർഷത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ, IMU CET എക്സാം ക്ലിയർ ആയി കഴിഞ്ഞാൽ റാങ്ക് കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അപ്രോച്ച് ചെയ്യാം. ചിലപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളുടെ IMU CETയുടെ റാങ്ക് ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഓക്കെ ആയിക്കോളുന്നില്ല. അപ്പോൾ ഏകദേശം ഇപ്പോൾ 1000 പേര് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 400 പേരിൽ റാങ്ക് വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും പല ഇൻസ്റ്റിറ്റ്യൂട്ടിനും. ഇപ്പോൾ ആംഗ്ലോ ഈസ്റ്റേൺ അങ്ങനെ ആയിരുന്നു മുന്നേ, ഇപ്പോൾ എങ്ങനെ എത്രത്തോളം അവർ റെഡ്യൂസ് ചെയ്തു എന്നറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല റാങ്ക് അതിൽ വാങ്ങിക്കണം, എന്നാൽ മാത്രമാണ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടുള്ളൂ. ഇനി നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വരിക ഒരു വർഷത്തെ പ്രീസി കോഴ്സാണ്. അപ്പോൾ അതിൽ ഷിപ്പ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അതിൽ വരും. ആ ഒരു കോഴ്സിന് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഡിഫറെൻ്റ് ആയിരിക്കും ഫീസ്. മിനിമം ഒരു 5 ലക്ഷം 6 ലക്ഷം മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 6 ലക്ഷം മുതൽ ഏകദേശം 10 ലക്ഷം 12 ലക്ഷം വരെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും വാങ്ങിക്കുന്നുണ്ട് പെർ ഇയർ. അതായത് ഒരൊറ്റ ഇയർ എന്ന കോഴ്സ് ഉള്ളൂ. ഇനി നിങ്ങളത് കംപ്ലീറ്റ് ചെയ്താൽ ഇൻ ബിറ്റ്വീൻ ഓരോ കോഴ്സ് ചെയ്യാൻ വേണ്ടി പറയും അവർ. ചെറിയ ചെറിയ കോഴ്സുകൾ ഉണ്ടായിരിക്കും, അതൊക്കെ അതിന് ഓൺലൈൻ എക്സാമും ഉണ്ടായിരിക്കും. അപ്പോൾ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഷിപ്പിൽ അവർ തന്നെ ഏകദേശം ഒരു 3-4 മാസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ വെയിറ്റിംഗ് പീരീഡിന് ശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് ഷിപ്പിൽ ജോയിൻ ചെയ്യാം. ഇതിലിപ്പോൾ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ ഒരു എക്സാമിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോൾ സ്പോൺസർഷിപ്പ് എക്സാം സ്റ്റാർട്ട് ചെയ്ത മുതൽ ഏകദേശം IMU CET ക്ലിയർ ആകുന്നവരെ ഏകദേശം 4-5 മാസത്തോളം ആ ഒരു ഡ്യൂറേഷൻ വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുക. പിന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം അടുത്ത ബാച്ച് എപ്പോഴാണോ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തുടങ്ങുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടും ടൈം ഡിലേ വരും. പിന്നെ നിങ്ങൾ ഷിപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഫസ്റ്റ് നിങ്ങളുടെ റാങ്ക് ഉണ്ടായിരിക്കുക ഫസ്റ്റ് നിങ്ങളുടെ റാങ്ക് ഉണ്ടായിരിക്കുക ഡെക്കാഡറ്റ് എന്നുള്ളൊരു റാങ്ക് ആയിരിക്കും. അപ്പോൾ അതിൽ 18 മന്ത്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഫസ്റ്റ് 6 മാസം ഷിപ്പിൽ വർക്ക് ചെയ്ത് പിന്നെ ലീവിന് വന്ന് പിന്നെ അടുത്ത 6 മാസം വർക്ക് ചെയ്ത് പിന്നെ ലീവിന് വന്ന് പിന്നെ അടുത്ത 6 മാസം ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇടയിലും കമ്പനി ഓരോ കോഴ്സ് ചെയ്യാൻ വേണ്ടി പറയും, അതും ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് 18 മാസത്തെ പീരീഡ് കഴിഞ്ഞ്, അപ്പോൾ ഈ 18 മാസം നിങ്ങൾക്ക് വരുന്ന സാലറി എന്ന് പറയുന്നത് ഏകദേശം 50,000 മുതൽ 60,000 വരെ ആയിരിക്കും. അതും ഈ USDയിലായിരിക്കും. അപ്പോൾ USDയുടെ വാല്യൂവിനനുസരിച്ചിട്ട് ഇന്ത്യ റുപ്പിയിൽ ചേഞ്ച് വരും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് മേറ്റിൻ്റെ എക്സാം ഉണ്ടായിരിക്കും. സെക്കൻഡ് മേറ്റിൻ്റെ എക്സാം പ്ലസ് ഓറൽസ് എല്ലാം ഉണ്ടായിരിക്കും. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തേർഡ് ഓഫീസർ എന്നുള്ള റാങ്കിലേക്ക് എത്തും. തേർഡ് ഓഫീസർ എന്നുള്ള റാങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 2.5 to 3.5 ലാക്ക് ആയിരിക്കും പെർ മന്ത് സാലറി ഉണ്ടായിരിക്കുക. പിന്നെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് 6 മാസം മാത്രമാണോ സാലറി, 6 മാസത്തിന് ശേഷം നാട്ടിൽ വന്ന സാലറി ഇല്ലേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 മാസം മാത്രം സാലറി തരുന്ന കമ്പനികളുണ്ട്, അതല്ല 6 മാസം പ്ലസ് നമുക്ക് ലീവുള്ള ടൈമിലും സാലറി തരുന്ന കമ്പനികളുണ്ട്. അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 6 മാസം മാത്രം സാലറി തരുന്ന കമ്പനികൾ നമ്മുടെ ലീവ് പീരീഡിൽ ഒന്നും അവർ ഇൻ്റർഫിയർ ചെയ്യാറില്ല. നമുക്ക് എത്രത്തോളം ലീവ് എടുക്കണോ അത്രത്തോളം ലീവ് എടുക്കാം. ആ ലീവ് എടുത്തതിന് ശേഷം എപ്പോൾ കയറണമെന്നുണ്ടെങ്കിൽ അവരെ അവൈലബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ സമയമാകുമ്പോഴത്തേനും ഷിപ്പ് അലോട്ട് ചെയ്തിട്ട് നമ്മളെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക.
ഇനി അതല്ല നമുക്ക് ലീവിന് സാലറി ഇരുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവർ പറയും ഇത്രയാണ് നിങ്ങളുടെ ലീവ് എന്ന് പറയുന്നത്, ഈ ഒരു ടൈമിൽ ഈ ഒരു ഡേറ്റിൽ നിങ്ങൾ തിരിച്ച് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമുക്ക് ലീവ് തരിക. അപ്പം നമുക്ക് ലീവിന് നമ്മളുടേതായ ഒരു പ്ലാനൊന്നും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അവർ പറയുന്ന ഡേറ്റിന് തിരിച്ച് ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്നുണ്ട്, നല്ല എമൗണ്ട് ഏൺ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു എമൗണ്ട് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ആ ഒരു ടൈമും കൂടി നമുക്ക് വേണം. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഞാൻ പറയുന്നത് എൻ്റെ ലീവ് പീരീഡിൽ ഞാനാണ് മാനേജ് ചെയ്യുന്നത്. അത് എനിക്കെപ്പോൾ ജോയിൻ ചെയ്യണം, എപ്പോൾ എത്രത്തോളം ലീവ് വേണം എന്നുള്ളത് ഞാനാണ് നോക്കുന്നത്. ഇനി എനിക്ക് ലീവ് പീരീഡിൽ സാലറി ഇല്ല, അതുപോലെ സാലറി ഉള്ളൊരു കമ്പനിയിൽ നിങ്ങൾക്ക് കയറാം. അങ്ങനെ കയറുന്ന സമയത്ത് ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലീവ് പീരീഡ് കൺട്രോൾ ചെയ്യുന്നത് കമ്പനി തന്നെ ആയിരിക്കും. എപ്പോൾ കയറണമെന്ന് അവർ പറയും, ആ സമയത്ത് നിങ്ങൾ കയറേണ്ടി വരും. അങ്ങനെ കയറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ സാലറി കട്ട് ചെയ്യും, അങ്ങനെ അവർ ചെയ്യും. അപ്പോൾ അതാണ് അതിലൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഇൻ കേസ് നിങ്ങൾക്ക് +1 +2 മാർക്ക് കുറവാണ്, ഇനി എക്സാം എഴുതിയിട്ടും അല്ലെങ്കിൽ ഇമ്പ്രൂവ് എഴുതിയിട്ടും നിങ്ങൾക്ക് ആ ഒരു മാർക്ക്, അതായത് ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ ക്രാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മിനിമം ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ ക്രാക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ 60% മാർക്കാണ് റിക്വയർമെൻറ്റ്, എന്നിട്ട് 60% മാർക്ക് എനിക്കുണ്ട്, എനിക്ക് കിട്ടുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓരോ കമ്പനീനെ നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ കോമ്പിറ്റൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ 50 പേരുണ്ട്, അവിടെ 40 പേർക്കുള്ള വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ മാർക്കും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളെയാണ് അവർ ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നന്നായി പെർഫോം ചെയ്യുക എന്നാൽ മാത്രമാണ് അവർ സെലക്ട് ചെയ്യുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ പ്ലാൻ ചെയ്യുക, നിങ്ങളുടെ മാർക്കിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് നന്നായി പെർഫോം ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക മർച്ചൻ്റ് നേവിയിൽ. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ താഴെ നമ്മുടെ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്താൽ നമ്മൾ റീപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.